जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यमुनतिरवनचारी जय कुंज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधा माधव राधे जय निताय सची सुधा निताय सची सुधा निताय सची सुता गौरा हरि जय पंचतत्व 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 जय गौरा भक्तवृंद जय श्री रूप सनातन रघुनाथ विजीव गोपाल भट्ट हस रघुनाथ जय जय प्रभुपाद रूपा रूपा जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव नित्य गौरा हरि बोल हरि बोल हरि बोल नित्य गौरा हरि बोल। राधा माधव की जय शशि निताय सचुदा की जय गजराज गोवर्धन की जय श्री गोपाल की जय देव की जय निताय गोपनाथ हरि बोल। ॐ ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कथा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सह गणललिता श्रीविशाखान्वितांश्च हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे राशि भगवद गीता यथारूपम की जय जय श्रील प्रभुपाद की जय जय नेक्स्ट हरे कृष्ण भगवद गीता यथारूपम अध्याय 3 श्लोकम 8 ശ്ലോകം എങ്ങനെയാ 8 പറയാറുണ്ടോ അതോ
ഹരേ കൃഷ്ണ. ശ്ലോകം ഏറ്റു പറയാറുണ്ടോ അതോ ഞാൻ വായിച്ചു പോവാനായി? രണ്ടാള് വായിക്കാല്ലേ? അല്ല, എങ്ങനെയാ മുൻപ് ചെയ്യാറുള്ളത് എനിക്കറിയില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. മാതാജി ഇല്ല. ഓക്കെ. എന്തായാലും രണ്ടാള് വായിക്കാല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിയതം കുരു കർമ്മത്വം कर्म ज्यायो ह्यकर्मण शरीरयात्रापि च तेन प्रसिद्धेत अकर्मण नियतं कुरु कर्म त्वं कर्म ज्यायो ह्यकर्मण शरीरयात्रापि च तेन प्रसिद्धेत अकर्मण नियतं कुरु कर्म त्वं कर्म ज्यायो ह्यकर्मण शरीरयात्रापि च तेन प्रसिद्धेत अकर्मण. ശബ്ദാർത്ഥം: ത്വം നീ, നിയതം വിധിക്കപ്പെട്ട, കർമ്മം കർത്തവ്യത്തെ, കുരു ചെയ്യുക, ഹി എന്തെന്നാൽ, കർമ്മ കർമ്മം, അകർമ്മണ അകർമ്മത്തേക്കാൾ, ജ്യായ ശ്രേഷ്ഠമാകുന്നു, അകർമ്മണ കർമ്മരഹിതനായ, തേ നിനക്ക്, ശരീരയാത്ര അപി ച ശരീരം നിലനിർത്തുക പോലും, ന പ്രസിദ്ധേത് സാധിക്കുകയില്ല. വിവർത്തനമായി ശ്രീമാൻ ഗ്രേസി ഭക്തൻ സംശയം കി ജയ. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. ഭാവാർത്ഥം. ഭാവാർത്ഥമായി ശ്രീ കി ജയ. ഉന്നതമായ വംശപാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന കപട യോഗികളും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി സർവവും ത്യജിച്ചുവെന്ന് നടിക്കുന്ന പണ്ഡിതന്മാരും ഏറെ പേരുണ്ട്. അർജുനൻ അത്തരമൊരു കാപട്യക്കാരനാവണമെന്നല്ല ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ള ചുമതലകൾ നിറവേറ്റണമെന്നായിരുന്നു ഭഗവാന്റെ അഭിലാഷം. അർജുനൻ ഗൃഹസ്ഥനാണ്, സൈന്യാധിപനുമാണ്. ആ നിലവിടാതെ ഒരു ക്ഷത്രിയ ഗൃഹസ്ഥനു വിധിക്കപ്പെട്ടിട്ടുള്ള മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അങ്ങനെയുള്ള വിഹിത കർമ്മങ്ങളാണ് ക്രമേണ ഒരു പ്രാപഞ്ചികന്റെ ഹൃദയം ശുദ്ധീകരിച്ച് ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നത്. ജീവിത വൃത്തിക്കായി കൊണ്ടുള്ള കപട സന്യാസത്തെ കൃഷ്ണനാകട്ടെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളാകട്ടെ അംഗീകരിക്കുന്നില്ല. ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം. ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം. ഭൗതിക ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും പ്രകൃതിക്ക് മേൽ അധീശാവകാശം സ്ഥാപിക്കാനുള്ള ഒരു വിശുദ്ധ വാസനയുണ്ട്. ഒരു വിധത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനുള്ള വാസന തന്നെയാണത്. അത്തരം അവിശുദ്ധ വാസനകളെ തുടച്ചു നീക്കേണ്ടതാണ്. വിധിക്കപ്പെട്ട കർമ്മങ്ങളാൽ ആ ശുദ്ധീകരണ പ്രക്രിയ നടത്താതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ചും അന്യരുടെ ഔദാര്യത്തിൽ ജീവിച്ചും അതീന്ദ്രിയ ജ്ഞാനി എന്ന് പേരെടുക്കാൻ തുനിഞ്ഞുകൂടാ. ഹരേ കൃഷ്ണ. പ്രാർത്ഥനമായി ബാക്കി ജായ്. ഹരേ കൃഷ്ണ. ഇന്നത്തെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാൻ അർജുനോട് പറയാണ്, നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല.
അപ്പോ ഇന്നത്തെ ശ്ലോകത്തില് ഭഗവാൻ ഇവിടെ പറയുന്നത് നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. അതായത് ഇത് നൈഷ്കർമ്മ്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം പോലും നിലനിർത്താൻ ആർക്കും സാധ്യമല്ല. ഇപ്പോ ഭഗവാൻ ഇവിടെ കർമ്മം ചെയ്യാനായിട്ട് അർജുനനെ പ്രേരിപ്പിക്കുകയാണ്, അല്ലെ? ഇപ്പൊ കർമ്മം തന്നെ എന്താ പറയാ, നിയത കർമ്മമുണ്ട്, നൈമിത്തിക കർമ്മമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്, അല്ലെ? അപ്പൊ കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി. അതായത് നമ്മുടെ പലതരത്തിലുള്ള പ്രവൃത്തികളുണ്ട്, കർമ്മങ്ങളുണ്ട്, അല്ലെ? നമ്മളിപ്പോ നമ്മുടെ ശരീരം നിലനിർത്താനായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു ആക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെ? ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യും. അതിനാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഭക്ഷണം കൈയോടെ എടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതും ഒരു പ്രവൃത്തിയാണ്, അല്ലെ? അപ്പൊ ആർക്കും കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോ അർജുനോട് പറയാണ്, അർജുനൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അർജുനന് എന്താ പറയാ, എന്താ പറയാ, ആകെ ഒരു വിഭ്രാന്തിയാവാണ്. അതായത് തന്റെ ശത്രുക്കളെയും കൂട്ടുകാരെയും എല്ലാം എന്താ പറയാ, തന്റെ പ്രതിയോഗികളായിട്ട് മുമ്പിൽ കണ്ടപ്പോ അർജുനന് ഒരു എന്താ പറയാ, ഒരു വിപ്രലിപ്സയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ, ഞാൻ എന്തിനു യുദ്ധം ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകള് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട്? എനിക്ക് എന്താ പറയാ, ഇത്രയും വലിയ രാജ്യം കിട്ടും, പക്ഷെ അതുകൊണ്ട് വളരെയധികം കോൺസിക്വൻസസ് ഉണ്ടാവും. ഇപ്പൊ അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അർജുനൻ എത്താണ്. അപ്പോഴാണ് കൃഷ്ണൻ ഇവിടെ എന്താ പറയാ, ഒരു മെന്ററുടെ റോൾ എടുത്തിട്ട് അർജുനനോട് ഉപദേശിക്കുന്നത്. പിന്നെ അർജുനനും സറണ്ടർ ചെയ്യുന്നുണ്ട്. കൃഷ്ണ, ഞാൻ അങ്ങയുടെ ശിഷ്യനാവുകയാണ്, അങ്ങ് എന്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് നിന്നിട്ട് എനിക്ക് ഉപദേശിച്ചു തരണം. അപ്പൊ അങ്ങനെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഇവിടെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തോന്ന് അറിയില്ല, നമുക്ക് 3 തരത്തിലുള്ള കർമ്മത്തിനെ വിഭാഗം ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കർമ്മം, വികർമ്മം, അകർമ്മം എന്നുള്ളത്, അല്ലെ? കർമ്മം എന്ന് വെച്ചാൽ ആക്ഷൻ, എന്തെങ്കിലും കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ആ ആ നമുക്ക് ഫലോദിഷ്ടമായ, അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കർമ്മത്തെ കർമ്മം എന്ന് പറയുന്നു. പിന്നെ വികർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപകർമ്മങ്ങളാണ്. അതായത് അത് ചെയ്യാൻ പാടില്ലാത്ത വിരുദ്ധ കർമ്മങ്ങളാണ് അത് വികർമ്മം എന്ന് പറയുന്നത്. ഇനി അകർമ്മം എന്ന് വെച്ചാൽ, ആ കർമ്മം എന്ന് വെച്ചാൽ കർമ്മമില്ലാത്തത്, ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോ ഈ അകർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അകർമ്മ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ശരിക്കും അകർമ്മ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, കർമ്മ ജ്യായോഹി അകർമ്മണ. കർമ്മ അകർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. ഓക്കെ. അപ്പോ ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മള് അകർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കേൾക്കാൻ പറ്റും. അതായത് അകർമ്മം എന്ന് വെച്ചാൽ ഭക്തിയോഗമാണെന്ന് പറയും ചിലര്, അല്ലെ? അതായത് നമ്മള് പലരിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും അകർമ്മത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കാം. അപ്പൊ ശരിക്കും അകർമ്മം എന്താന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ പോലെ കർമ്മം എന്താണ്? കർമ്മം എന്ന് വെച്ചാൽ ഫലോദിഷ്ട കർമ്മങ്ങൾ, അതായത് നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം, അതാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോ ആ കർമ്മ എന്ന് വെച്ചാൽ ആ കർമ്മമില്ലാത്തത്. എന്ത് കർമ്മം? ഫലോദിഷ്ടമായ കർമ്മം അല്ല ആ കർമ്മം എന്നുള്ളത്. അപ്പൊ വേറെന്താണ് ആ കർമ്മം? ഈ അകർമ്മ എന്ന് പറയുന്നത് ആ അതായത് നമ്മള് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മള് ഫലമൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മം, ഇതാണ് ആ കർമ്മ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ കർമ്മ എന്ന് വെച്ചാൽ ഇനാക്ഷൻ, അതായത് കർമ്മം ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 തരത്തില് ആ കർമ്മത്തെ വ്യാഖ്യാനിക്കാൻ കഴിയും നമുക്ക്. പക്ഷെ ഭഗവാൻ ഇവിടെ അർജുനനോട് ചെയ്യാനും നമ്മളോടെല്ലാം നമുക്കെല്ലാം ഉപദേശിച്ചു തരുന്നത്, കർമ്മം നമ്മൾ ചെയ്യണം, പക്ഷെ എങ്ങനെ ചെയ്യണം? അത് നമ്മൾ ഫലോദിഷ്ടമായിട്ടുള്ള, അതായത് ഫലം ആഗ്രഹിച്ച് ഭൗതികമായിട്ടുള്ള ഫലങ്ങളൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ഓക്കെ. നമ്മുടെ
ആഹ് ഇപ്പോ നമ്മള് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മഹാഭാരതത്തില് ഒരു നല്ലൊരു സ്റ്റോറി വരുന്നുണ്ട്. അതായത് ഒരു സന്യാസി അദ്ദേഹം എന്ത് തീരുമാനിച്ചു. അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇനി എന്റെ എന്താ പറയാ ഞാൻ എല്ലാം ത്യജിക്കുകയാണ്. ഞാൻ ഇനി എന്താ പറയാ ഭിക്ഷ യാചിച്ച് ഞാൻ ജീവിച്ച് പോവാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സമർപ്പിതനാവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാണ് അദ്ദേഹം. അപ്പോ പക്ഷെ അദ്ദേഹം അങ്ങനെ ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന സമയത്ത് നോക്കുമ്പോ ഒരു എലി അദ്ദേഹത്തിന്റെ വസ്ത്രം കടിച്ചു തിന്നും. അപ്പൊ ഈ എലിയെ കൊണ്ടുള്ള ശല്യം കാണാൻ എന്ത് ചെയ്യും ആളൊരു പൂച്ചേനെ മേടിക്കും. ഏഹ് അങ്ങനെ പൂച്ചേനെ നോക്കിയ അവസാനം എന്താ അദ്ദേഹത്തിന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണമോ എന്തെങ്കിലും പൂച്ച തിന്നാൻ തുടങ്ങി. അപ്പൊ പൂച്ചയുടെ ശല്യം തീർക്കാനായിട്ട് പട്ടീനെ കൊണ്ടുവന്നു. അങ്ങനെ പട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു. ഒരു ഭാര്യ വന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അങ്ങനെ ആ, അദ്ദേഹം അങ്ങനെ ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ എന്തുണ്ടായി, ഭാര്യ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ എന്താ പറയാ ബന്ധുമിത്രാദികളായി, കുട്ടികളായി, കുട്ടികളുടെ കുട്ടികളായി, അങ്ങനെ അദ്ദേഹത്തിന് എന്തിനായി കൂടുതൽ ബന്ധനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടേണ്ടി വന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരിക്കലും കർമ്മത്യാഗം നമ്മൾ ചെയ്യരുത്. കർമ്മം നമ്മുടെ നിയത കർമ്മങ്ങൾ എന്താണോ നമ്മൾ അത് ചെയ്യണം. ഭഗവാനും നമ്മുടെ ആചാര്യന്മാരും എല്ലാം നമുക്ക് ഉപദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് നമ്മൾ നമ്മുടെ നിയത കർമ്മം ചെയ്യുക, അതിന്റെ കൂടെ തന്നെ നമ്മള് ഭക്തിയോഗവും നമ്മൾ ആചരിക്കണം. അതായത് ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനവും കൂടി നമ്മള് ചെയ്യണം. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമ്മള് ചെയ്യുന്ന കർമ്മവും അത് ഭക്തിയുത സേവനമായി മാറും. അതെങ്ങനെ കർമ്മത്തെ ഭക്തിയുത സേവനമാക്കി മാറ്റുക? നമ്മളിപ്പോ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മള് ജോലി ചെയ്യുന്നത് നമുക്ക് ശമ്പളം കിട്ടും. നമ്മൾ ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മള് ഭഗവാന്റെ സേവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ എങ്ങനെയാ അത് ഭഗവാന്റെ സേവയ്ക്കായിട്ട് ഉപയോഗിക്കുക? നമ്മൾ മെയിൻലി ജോലി കാശുണ്ടാക്കുന്നതിന് നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, ഒരു വീട് വേണം അല്ലെ? ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെ? നമ്മള് നമ്മൾ ആദ്യം നമ്മള് ഭക്ഷണം, നമ്മൾ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നേരെ ഭഗവാന് നമ്മൾ ഓഫർ ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ഓഫർ ചെയ്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. അപ്പൊ അത് കൃഷ്ണപ്രസാദമായി, അതും ഭക്തി സേവനമായി മാറി. നമ്മളൊരു നമ്മുടെ ഒരു വീട് ഷെൽട്ടർ വേണം നമുക്ക് അല്ലെ? അപ്പൊ വീട് വെച്ചു. വീട്ടില് മെയിൻ സ്ഥാനത്ത് തന്നെ നമ്മള് ഭഗവാന്റെ ഒരു ചെറിയൊരു ആൾട്ടർ ഉണ്ടാക്കി ഭഗവാനെ നമ്മള് ചെറിയൊരു ഭഗവാന്റെ ഒരു മൂർത്തി വിഗ്രഹം വെച്ചു. ഭഗവാനെ ആരാധിക്കുന്നു ആ വീട്ടില്. ആ വീട് ഭഗവാന്റെ കൂടി വീടായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അതും ഭക്തി സേവനമായി മാറി. ഇനി നമുക്ക് വസ്ത്രങ്ങള് നമ്മൾ മേടിക്കുന്നു. നമ്മളത് ആദ്യം ഭഗവാനും ഓഫർ ചെയ്തിട്ട് വസ്ത്രവും നമുക്ക് ധരിക്കാം. അപ്പൊ എല്ലാം നമുക്ക് അങ്ങനെ എന്താ പറയാ ഭക്തിയുത സേന അല്ലെങ്കിൽ ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഭഗവാനും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഭഗവാൻ സ്വയം വന്നിട്ട് ശ്രീരാമ ഭഗവാനായി വന്നിട്ട് നമുക്ക് എന്താ കാണിച്ചു തന്നത്? അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തന്നു അല്ലെ? അദ്ദേഹത്തിന് എന്താ പറയാ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്നത് അല്ലെ? എല്ലാ മര്യാദകളും അദ്ദേഹം പാലിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ പുരുഷോത്തമൻ, അതായത് പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനാണ് അദ്ദേഹം അല്ലെ? അദ്ദേഹത്തിന്റെ ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാലും അത് എക്സംപ്ലറി ആയിരുന്നു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കർമ്മം എല്ലാം ചെയ്തത്. അപ്പൊ അത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെ വേണം നമ്മൾ ജീവിക്കണം, ഇങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുമായിരുന്നു അല്ലെ? അപ്പൊ അച്ഛന്റെ എന്താ പറയാ ഭഗവാന് വേണമെങ്കിൽ ദശരഥ മഹാരാജാവ് കൊടുത്ത ഒരു വാക്കിന്റെ പേരിലാണ് ഭഗവാന് അവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നതല്ലേ, രാജ്യം വിടേണ്ടി വന്നത്. അപ്പൊ വേണമെങ്കിൽ ആ രാമനും ശ്രീരാമഭഗവാനും പറയായിരുന്നു, ഇല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ല, എനിക്കിത് എന്റെ രാജ്യം, എനിക്ക് രാജ്യം വേണം. ഈ സ്ത്രീയെ നമുക്ക് വേണമെങ്കിൽ കൈകേയിനെ വേണമെങ്കിൽ അവർക്ക് ജയിലിൽ അടക്കായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ അച്ഛനെതിരെ വേണമെങ്കിൽ ശ്രീരാമഭഗവാൻ യുദ്ധം ചെയ്യായിരുന്നു, ഭരതനെ തോൽപ്പിക്കുകയായിരുന്നു, എന്തും രാമനെ ചെയ്യായിരുന്നു. പക്ഷെ രാമൻ ഒന്നും ചെയ്തില്ല. ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ
ശരി അച്ഛാ, ഞാൻ ഉപ്പണാന്ന് പറഞ്ഞ് നേരെ വനത്തിലേക്ക് പോയി. ഇനി അവിടെ വനത്തിൽ പോയിട്ട് എന്താ ഭഗവാൻ ചെയ്തത്? അവിടെ പോയിട്ടും ഭഗവാൻ അവിടെയും ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു. ഭഗവാന്റെ എല്ലാ എന്താ പറയാ നിത്യകർമ്മങ്ങളും ചെയ്തു ഭഗവാൻ. അവിടെ പോയിട്ട് അവിടത്തുള്ള സന്യാസിമാരെ, അതിന്റെ വനത്തിലുള്ള കണ്ട എല്ലാ മുനിവര്യന്മാരെയും എല്ലാവരെയും ഭഗവാൻ അവിടെ പോയി സേവിച്ചു. എല്ലാം അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? രാജ്യം എന്താ പറയാ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം രാജ്യം ഭരിച്ചു പോയിരുന്നു. ഒരു എന്താ പറയാ അദ്ദേഹം ഭഗവാന്റെ എന്താ പറയാ ഭഗവാൻ തിരിച്ചു വന്നിട്ട്, ശ്രീരാമ ഭഗവാൻ തിരിച്ചു വന്നിട്ട് ഏകദേശം 10,000 വർഷത്തോളം കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു അയോധ്യ. ആ ഭരിച്ച സമയത്ത് അയോധ്യ എന്ന് വെച്ചാൽ എന്താ പറയാ വൈകുണ്ഠം പോലെയായിരുന്നു അയോധ്യ. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താ പറയാ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് വൈകുണ്ഠം ഭഗവാന്റെ ആധ്യാത്മിക ലോകം, അതുപോലെയായിരുന്നു അയോധ്യ അദ്ദേഹം ശ്രീരാമ ഭഗവാൻ ഭരിച്ചിരുന്നത്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ നമുക്ക് എന്താ പറയാ, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം ഭഗവാൻ ഗീതയോട് വെറുതെ പറഞ്ഞുള്ളൂ, ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത്. പക്ഷെ അത് ഭഗവാൻ അതിന് മുമ്പേ വന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചത് നമുക്ക് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പല ദോഷങ്ങളും ഉണ്ടാവുമായിരിക്കും. അത് ഇപ്പൊ നമ്മുടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ സാരാർത്ഥവർഷിണിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാള് അയാളുടെ എന്താ പറയാ കർമ്മമെല്ലാം ത്യജിക്കുകയാണ്, അയാളെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അതായത് ഒരു രോഗി എനിക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിക്കാതിരിക്കുന്നതിന് തുല്യാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവുന്നു? രോഗി അങ്ങനെ അസുഖമുള്ള ഒരാള് മരുന്ന് കഴിക്കാതിരുന്നാൽ എന്തുണ്ടാവും? അയാൾക്ക് ആ രോഗം കൂടി അയാൾ ചിലപ്പോ മരണപ്പെടാം, അല്ലെ? അതുപോലെ നമ്മള് കർമ്മമൊക്കെ നമ്മൾ ത്യജിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതിനൊരു എന്താ പറയാ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗജേന്ദ്രന്റെ കഥ നോക്കും. ഗജേന്ദ്രൻ എന്താ ചെയ്തത്? അദ്ദേഹം ആ, ഒരു എന്താ പറയാ തടാകത്തില് കുളിക്കാൻ ഇറങ്ങി തന്റെ ഭാര്യയും മക്കളും എല്ലാം ആയിട്ട്. പിന്നെ അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? ഒരു മുതല കടിച്ചു, അല്ലെ? അങ്ങനെ വെള്ളത്തിലായതുകൊണ്ട് എന്താ പറയാ ആനേക്കാൾ ശക്തി മുതലയ്ക്കായിരുന്നു. അപ്പൊ ഈ കടി വിടുന്നില്ല ആ മുതല. അപ്പൊ ഗജേന്ദ്രൻ എന്താ ചെയ്തത്? ആ വേദനയിൽ നിന്നുകൊണ്ടും ആ വേദന സഹിച്ചുകൊണ്ടും ഭഗവാന് ഒരു താമര ഭഗവാന് ഓഫർ ചെയ്തു, അല്ലെ? അപ്പൊ എന്തുണ്ടായി? ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ ഒരു താമര ഓഫർ ചെയ്ത് കൊണ്ട് ആക്ച്വലി അതൊരു വളരെ ഒരു മീനിയൽ സർവീസ് ആണ്. അത് വളരെ ഒരു ചെറിയൊരു സേവയാണ് അത് ചെയ്തത്. പക്ഷെ ആ സേവയിലൂടെ എന്തുണ്ടായി? ഭഗവാൻ വളരെ സന്തുഷ്ടനായിട്ട് എനിക്ക് തോന്നുന്നു ഭഗവാൻ സ്വയം അവിടെ പ്രത്യക്ഷപ്പെട്ട് ഗജേന്ദ്രന് ആ എന്താ പറയാ ആ മുതലയുടെ കടിയിൽ നിന്ന് മോക്ഷം കൊടുത്തു, അല്ലെ? നേടി. അത് മാത്രമല്ല ആ മുതലയ്ക്ക് അദ്ദേഹം മോക്ഷം കൊടുത്തു, അല്ലെ? അപ്പൊ നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ ഇത് ചെയ്യണ്ട, നമ്മൾ അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയൊരു ആക്ട് ആയാൽ പോലും അത് ഭയങ്കര വലിയ വാല്യൂ ആണ് ഭഗവാൻ അതിന് കൽപ്പിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ അവിടെ നോക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു ഒരു ചെരുപ്പ് കുത്തി, അതായത് അല്ല ചെരുപ്പ് കുത്തി അല്ല, അദ്ദേഹം ഈ ഷൂ പോളിഷ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ലൊരു കല്ല് കിട്ടും. ഓക്കെ. അപ്പൊ കല്ല് നോക്കുമ്പോൾ നല്ല മിനുസുള്ള കല്ല്. അപ്പൊ അയാൾക്ക് ആ കല്ല് കിട്ടിയപ്പോ അയാൾ ആലോചിച്ചു, ഈ കല്ല് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഈ ഷൂ പോളിഷ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ ലെതർ ഷൂ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്താ പറയാ അത് കല്ലുകൊണ്ട് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ അത് നല്ല പോലെ മിനുസാവും. എന്നിട്ട് പോളിഷ് ചെയ്താൽ കുറച്ചും കൂടി നല്ല തിളക്കം കിട്ടും ഷൂവിന്. അപ്പൊ ഈ കല്ല് അതിന് ഉപയോഗിക്കാന്ന് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ആ കല്ലെടുത്ത് അടുത്ത ദിവസം ജോലി ചെയ്യുമ്പോ ഒക്കെ ഈ കല്ല് വെച്ച് ഷൂ ആദ്യം വരച്ച് ഒന്ന് മിനുസപ്പെടുത്തി പിന്നെ പോളിഷ് ചെയ്തൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. അപ്പൊ ഓക്കെ, ആൾക്കാർക്കും ഭയങ്കര സന്തോഷം, ആൾക്കും നല്ല ഓക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ നല്ല ജോലിയായിരിക്കും. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത് ചെയ്യാൻ അദ്ദേഹം എവിടുന്നോ ജയദേവ ഗോസ്വാമി രചിച്ച ഗീതാ ഗോവിന്ദത്തിന്റെ 2 വരികൾ അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പൊ അത് അദ്ദേഹം എപ്പോഴും
പാടും. അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം പോലും അറിയില്ല. പക്ഷെ എന്നാൽ അതെപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം തന്റെ പ്രവൃത്തി ഇങ്ങനെ ഷൂ പോളിഷിങ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ആ വഴിക്ക് വരും. ആ ബ്രാഹ്മണൻ ഇയാളുടെ കയ്യിൽ ഈ കല്ല് കാണുമ്പോ ബ്രാഹ്മണൻ ഓടി വന്നിട്ട് ഇയാളെ ചീത്ത പറയും. നീ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? നീ എത്ര പാപം നീ ചെയ്യണ അറിയോ? ഈ കല്ലൊരു നിസാര കല്ലല്ല, ഇതൊരു സാലഗ്രാമ ശിലയാണ്. ഭഗവാന്റെ എന്താ പറയാ, ഭഗവാൻ സ്വയമാണ് സാലഗ്രാമ ശിലയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഒരു മൂർത്തിയാണ് ഈ സാലഗ്രാമ ശില. ഈ കല്ല് കൊണ്ടാണോ നീ ബാക്കിയുള്ളവരുടെ ഷൂ അരയ്ക്കുന്നത്? നീ ചെയ്തത് വളരെ വലിയ പാപകർമ്മന്നൊക്കെ പറയാം. അയ്യോ, ആൾക്ക് ഷൂ പോളിഷ് ചെയ്യുന്ന ആൾക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല. അപ്പൊ അയാൾ പറയും, അയ്യോ ഇതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? ഇനി ഇതെനിക്ക് തരും, ഞാനിത് കൊണ്ടുപോയിട്ട് ഞാനിത് പ്രോപ്പറായിട്ട് വർഷിപ്പ് ചെയ്തോളാം എന്ന് പറയും. ശരി, അദ്ദേഹം വേഗം അത് കൊടുക്കും ബ്രാഹ്മണന്. തന്റെ അയ്യോ എനിക്ക് തെറ്റ് പറ്റിയല്ലോ, ഭഗവാനെ കൊണ്ട് ഞാൻ ഇത് ചെയ്ത് എത്ര വലിയ തെറ്റായല്ലോ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം അത് കൊടുക്കും. അങ്ങനെ ആ, ബ്രാഹ്മണൻ എന്ത് ചെയ്യും? ആ സാലഗ്രാം ശില വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി അതിന് ആ, എന്താ പറയാ, വേണ്ട എന്താ പറയാ, പൂജാവിധികളും എല്ലാ ക്രമങ്ങളും ചെയ്യും. ഈ മന്ത്രങ്ങളെല്ലാം മന്ത്രോച്ചാരണം ചെയ്യും. പിന്നെ എന്താ പറയാ, ഭഗവാന് ഭക്ഷണം ഓഫർ ചെയ്യും, എല്ലാം ചെയ്യും. ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞ് ഈ സാലഗ്രാം ശില ബ്രാഹ്മണനോട് പറയാ, എന്നെ നീ എടുത്തെടുത്ത് തന്നെ കൊണ്ടുവയ്ക്കുമെന്ന്. അപ്പൊ ആ സാലഗ്രാം ശിലയോട് ഭഗവാൻ ചോദിക്കുന്നത്, അല്ല ബ്രാഹ്മണൻ ചോദിക്കും, അതെന്താ ഞാൻ എന്താ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യുന്നില്ലേ? ആ ഷൂ പോളിഷ് ചെയ്യാൻ ആളുടെ അടുത്ത് ഒരു വൃത്തിയില്ലാത്ത ആ സ്ഥലത്താണോ ഭഗവാനെ അങ്ങേക്ക് ചെന്നിരിക്കേണ്ടതെന്ന് ചോദിക്കും. ഇപ്പൊ സാലഗ്രാം ശില ഭഗവാൻ പറയാണ് ബ്രാഹ്മണനോട്, ആ, ശരിയാണ്, നിന്റെ എന്താ പറയാ, നീ ഇതെല്ലാം ചെയ്തിരുന്നു. പക്ഷെ അയാളുടെ ആ എന്താ പറയാ, ആ ഷൂ പോളിഷ് ചെയ്യുന്ന ആള് മനസ്സിലൊന്നും വിചാരിക്കാതെ അയാൾ എന്നും ഗീതാഗോവിന്ദത്തിലെ വരികൾ എപ്പോഴും പാടിയിരുന്നു. അതെനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നാ മതി എന്ന് പറയും. അപ്പോ ഭഗവാൻ നമ്മുടെ നിയത കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ഇടയിലും നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നതിന് ഭഗവാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നിന്ന് മനസ്സിലാക്കാം. ബ്രാഹ്മണന്റെ നിയത കർമ്മമാണ് ചെയ്തിരുന്നത്. പക്ഷെ അയാൾക്ക് ഭക്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് അയാളുടെ അടുത്ത് പോയിരിക്കണം, ഷൂ പോളിഷ് ചെയ്യുന്ന ആളുടെ അടുത്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മം ചെയ്യും വേണം, അതിലൂടെ തന്നെ നമ്മൾ ഭക്തിയുത സേവനവും ചെയ്യണം നമ്മൾ. അതാണ് ഭഗവാനും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ എന്താ പറയാ, ആ, പ്രിയവ്രത മഹാരാജാവ് ഇവിടെ ആ ഭാഗവത അഞ്ചാസ്കന്ധത്തില് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ എന്താ പറയാ, രാജ്യഭരണത്തിൽ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ പിതാവായ മനു പറഞ്ഞു, "ഇല്ലേ, നീ രാജ്യം ഭരിക്കണം" എന്ന് പറഞ്ഞു. ശരി, അച്ഛന്റെ ആഗ്രഹം അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു എന്താ പറയാ, ഒന്നിലും ബന്ധനസ്ഥനാവാതെ, എന്താ പറയാ, ഒരു ലാഭേച്ഛയും കൂടാതെ അദ്ദേഹം നല്ല രീതിയിൽ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് എല്ലാത്തിൽ നിന്നും എന്താ പറയാ, ഒരു ആസക്തി പുലർത്താതെ അദ്ദേഹം രാജ്യം ഭരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായി. നമ്മള് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കർമ്മഫലത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. നമ്മളെപ്പോഴും വിരക്തി നമ്മൾ നേടിയിരിക്കണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും നമുക്കൊരു മോട്ടീവ് ഉണ്ടാവരുത്. അതായത് ലാഭേച്ഛ, അതായത് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, എന്നാ പിന്നെ ഇത് ചെയ്യാം, അങ്ങനെ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ച് നമ്മൾ ചെയ്യണം. അത് നമുക്ക് ചെയ്യാം, പക്ഷെ അത് ഭഗവാന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓക്കെ. ഇപ്പോ എന്താ പറയാ, നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചധികം കാശ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഭക്തന്മാർക്ക് കുറച്ച് പ്രസാദം കൂടുതൽ കൊടുക്കാം, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് നമുക്കത് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അത് ഭക്തിയുത സേവനമായി, ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല, നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ദോഷമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബന്ധനസ്ഥനാവുകയുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുക്തി നേടാൻ കഴിയില്ല. അപ്പോ ഇനി നമ്മള് നേരത്തെ പറഞ്ഞ ഒരു ഭാഗത്തിലേക്ക് വരാം. അതായത് ഭഗവാൻ ഇവിടെ ആ, അർജുനനോട് ഉപദേശിക്കുന്നത് ഇതാണ്: സ്വന്തം കർമ്മം ചെയ്യാം. ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും നല്ലത്. അതായത് കർമ്മത്തെ കർമ്മത്യാഗത്തെക്കാൾ നല്ലതാണ് കർമ്മം ചെയ്യുന്നത്. അതായത് നീ ഒന്നും ചെയ്യാതിരിക്കണേക്കാളും നല്ലത് നീ നിന്റെ നിയത കർമ്മം ചെയ്യുന്നതാണ്. അതായത് ഇനി അതിലും നല്ലതുണ്ട്. അത് ഇനി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം.
ഇനി ആ കർമ്മം ചെയ്യുന്നത് കൂടിയും, പക്ഷെ ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയാ ഭൗതികമായിട്ടുള്ള പല ഫലങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ലാഭേച്ഛയിലും നമ്മൾ ബന്ധനസ്ഥനാവും. അപ്പൊ ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കർമ്മം ഭഗവാന് ആയി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. എന്നാൽ നമുക്ക് അതിൽ നിന്നും മുക്തി നേടി, അത് ബേസിക്കലി നമുക്ക് ഈ എന്താ പറയാ ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമ്മള് മുക്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ആ മുക്തി നേടണമെങ്കിൽ നമ്മളിപ്പോ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ആ കർമ്മഫലം കിട്ടും. അപ്പൊ അതിൽ ആസക്തരായി നമ്മള് കൂടുതൽ കൂടുതൽ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ബന്ധനസ്ഥനായി കിടക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, എന്താ പറയാ, പ്രകൃതി സ്ഥാനി കർഷതി മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി എന്ന്. ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൂടി എന്താ പറയാ, അഞ്ച് ഇന്ദ്രിയങ്ങളും മനസ്സടങ്ങുന്ന 6 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇവിടെ ഈ പ്രകൃതിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് അവര്, അല്ലെ? പക്ഷെ എന്നാൽ അവര് മനസ്സിലാക്കണില്ലേ, മമായി വാംശോ ജീവലോകി ജീവഭൂത സനാതന, എന്റെ അംശമാണ് ജീവജാലങ്ങളെന്നും അവർക്ക് ഒരിക്കലും നാശമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോ നമ്മളിവിടെ ഇത് വേണം, നമ്മൾ കുറച്ചും കൂടി ഭഗവാന്റെ ആ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഉപദേശം നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ സാമാന്യ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളൊന്നും നമ്മൾക്ക് ഒരു ദുരിതമായിട്ടേ തോന്നില്ല എന്നാണ്. പല ഭക്തന്മാരും പല അനുഭവങ്ങളും പറയുന്നത് കേൾക്കാം. അവർക്ക് സാധാരണ ആൾക്കാരുടെ പോലെ തന്നെ എല്ലാ പ്രോബ്ലംസും അവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും അവരെ ബോധറേ ചെയ്യില്ല. അവർക്കൊന്നും അതിനെ പറ്റി ബോധേടായിരിക്കില്ല അവര്. അവർക്ക് അതെല്ലാം ഒരു എന്താ പറയാ, അതൊരു ഇഷ്യൂ വരും, അത് സൈഡിൽ കൂടെ അങ്ങോട്ട് പോകും. പക്ഷെ അവരതിനൊന്നും എന്താ പറയാ, അതിലൊരിക്കലും അവര് എന്താ പറയാ, അവര് ആകെ ആടി ഉലഞ്ഞ് പോവില്ല. അവര് ഫുള്ളി ഫോക്കസ്ഡ് ആണ് എന്തിന്? ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ. അവരവരുടെ കർമ്മം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവര് ഭക്തിയുഗ സേവനം ചെയ്യുന്നുണ്ട്. കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവര് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഭക്തിയുഗ സേവനത്തിനാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, എന്തുണ്ടാവുന്നു അവർക്ക്? ഒരു ഭൗതികമായിട്ട് ബന്ധനസ്ഥരാവുന്നില്ല. അത് മാത്രമല്ല, അവർക്ക് ഭൗതികമായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ഇതിനെ മറികടക്കാനായിട്ടും അവർക്ക് സാധിക്കുന്നു. ഇപ്പൊ ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്ന കാര്യം ഇതാണ്. നമ്മളും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാതെ എന്താ പറയാ, ഇപ്പൊ പലരും പറയും, അതായത് ഭക്തിയോഗം എന്ന് പറഞ്ഞിട്ട് ചിലര് പറയും, എന്താ പറയാ, നിങ്ങളൊന്നും ചെയ്യണ്ട, ഭഗവാനെ ഭജിച്ചിരുന്നാ മതി, എല്ലാം നമുക്ക് കിട്ടും എന്നുള്ളത്. ആ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ ഒരിക്കലും ആ സ്റ്റേജിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മള് നമ്മുടെ കർമ്മങ്ങള് ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുന്നത്. കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം പറഞ്ഞ കാര്യത്തില്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു തെറ്റും ചെയ്യാത്ത ദേവിയെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ആരും ശ്രീരാമ ഭഗവാനാ? ശ്രീരാമ ഭഗവാൻ ഉപേക്ഷിച്ചതിന്റെ അത് ലീലയുടെ ഭാഗമായിരുന്നു. അതായത് അതിന് ഇപ്പൊ പറയണെങ്കിൽ മുഴുവൻ രാമായണവും പറയേണ്ടി വരും. പക്ഷെ എന്നാലും ഓക്കെ. ഇപ്പോ അതായത് ശ്രീരാമ ഭഗവാൻ എപ്പോഴും ഭക്തവാത്സല്യം ഭഗവാന് ഭയങ്കര അധികമാണ്, അല്ലെ? ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഭഗവാൻ ഒന്നുമില്ലാതെ ഒരു എന്താ പറയാ, മരവുരിയും എല്ലാം എടുത്ത് അദ്ദേഹം വനവാസ കാലത്ത് അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ഋഷിമാരും മുനിമാരും അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തെ ഒരുപാട് സേവ ചെയ്തിരുന്നു, ശ്രീരാമ ഭഗവാനെ. അപ്പോ അത് ശ്രീരാമ ഭഗവാനെയും സീതാദേവിയെയും അവര് സേവിച്ചിരുന്നു. അപ്പോ ഇവിടെ രണ്ട് ആസ്പെക്ടുകൾ ഉണ്ട് അതില്. ഒന്ന്, സീതാദേവിക്ക് ഇവരോട് ഭയങ്കര അനുകമ്പ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യണം, അവർക്ക് അനുഗ്രഹം കൊടുക്കണമെന്ന് സീതാദേവിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭഗവാനും ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം കാരണം ഭഗവാന് സേവ ചെയ്തവരല്ല. അപ്പൊ ഭഗവാന് ഒന്ന് നമ്മൾ കൊടുത്താൽ ഭഗവാൻ അത് 10ആയിട്ട് തിരിച്ചു തരും, അല്ലെ? ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ സ്വന്തം ലക്ഷ്മി ദേവിനെ തന്നെ അവർക്കായിട്ട് കൊടുത്തു, അവരുടെ സേവയ്ക്കായിട്ട് കൊടുത്തു. അപ്പൊ സീതാമാത പോയിട്ട് അവരെല്ലാം നല്ല രീതിയിൽ സേവ ചെയ്യുക ചെയ്തു.
ഇതാണ് അതിന്റെ ബാക്ക് ഹിസ്റ്ററി. ആക്ച്വലി ശരിക്കും സീതാമാതേനെ ശ്രീരാമ ഭഗവാൻ വനത്തിലേക്ക് അയച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. ഭഗവാന് അവരെയൊക്കെ സേവ ചെയ്താല് തിരിച്ച് അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് സീതാമാത പോയത്. അപ്പൊ ഇത് സാധാരണ ജനങ്ങളുടെ കണ്ണിൽ തോന്നുന്നു, ഓ ശ്രീരാമ സീതാനെ ഉപേക്ഷിച്ചു, അതും ഒരു അലക്കാരന്റെ വാക്ക് കേട്ടിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്താ പറയാ, ആക്ച്വൽ റീസൺ ഇതാണ്, ഇറ്റേണൽ റീസൺ. ഇനി എക്സ്റ്റേണൽ റീസൺ നോക്കുകയാണെങ്കിലും അതിലും ഭഗവാൻ ചെയ്തതിൽ യാതൊരു തെറ്റില്ല. കാരണം ആസ് എ കിങ്, ഒരു രാജാവിന്റെ ധർമ്മം, ക്ഷത്രിയ ധർമ്മം എന്താണെന്ന് വെച്ചാൽ പ്രജാഹിതമാണ് ആ രാജാവിന്റെ ക്ഷത്രിയ ധർമ്മത്തിലെ ഏറ്റവും വലുത്. ജനഹിതം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു രാജാവിന്റെ മുഖ്യധർമ്മം. അപ്പോ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കേണ്ടത് രാജാവിന്റെ കടമയാണ്. അത് ബാക്കിയുള്ളവർക്ക് അത് ഇമോഷണലി നമുക്ക് തോന്നും, ഓ പിന്നെ അത് ശരിയല്ല. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ, മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത്. അത് വിളിക്കുന്നത് ആരാ? എന്താ പറയാ, വലിയ വലിയ പണ്ഡിതന്മാരും വലിയ തത്വജ്ഞാനികളുമാണ്, വലിയ ഋഷിമാരാണ് അവരെ വിളിക്കുന്നത്, അല്ലെ? അപ്പൊ അവരൊന്നും അറിയാതെ അല്ലല്ലോ വിളിക്കുന്നത് അങ്ങനെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഒക്കെ കിട്ടി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇത് നല്ല ക്ലാസ്സായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, ഇപ്പൊ ആ അലക്കുകാരന് ഒരു ശിക്ഷയൊന്നും കൊടുത്തില്ലേ? ഇല്ല, കൊടുത്തില്ല. ഹരേ കൃഷ്ണ. അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു, അത് ദ്വാപരയുഗത്തില് ആ അലക്കുകാരനല്ലേ കൃഷ്ണന് അലക്കുകാരനായിട്ട് വരുന്നത്? പ്രഭു അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അലക്കുകാരനായിട്ട് ഹംസനെ വധിക്കാനായിട്ട് മധുരയിലേക്ക് വരുമ്പോഴേ യെസ് യെസ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതാ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ യെസ് കറക്റ്റ്. അതെ ക്ലാസ്സിൽ പറഞ്ഞു തന്നൊരു ഓർമ്മയുണ്ട്. അതെ, ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ക്ലിയർ ആയിട്ട് അങ്ങനെ ആണോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറയാതിരുന്നത്. എനിക്ക് full അറിയില്ല പ്രഭു, അത് പറഞ്ഞൊരു ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭു. ഇന്നത്തെ ക്ലാസ് ലാസ്റ്റ് മിനിറ്റ് ആണ് ഞാൻ പ്രഭുവിനെ ചോദിച്ചത്. പ്രഭു സമ്മതിച്ചെടുത്തതിന് വളരെ നന്ദി പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൽപ്പത്തിരുവശ കൃപാ സിന്ധോ കോടി വർഷം की जय नवाचार्य श्रील प्रभुपाद की जय। हरि हरि बोल। थैंक यू प्रभु। हरे कृष्णा प्रभु।